ഹലോ, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് കൊല്ലൂരാണ്. കൊല്ലൂർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, അത് എവിടെ മൂകാംബിക ക്ഷേത്രത്തിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ക്ഷേത്രത്തിൽ മാത്രമല്ല, നമ്മളിന്ന് കുടജാദ്രി, അവിടെ സർവജ്ഞപീഠമൊക്കെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ കുറേ കാഴ്ചകളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ കാണാനുണ്ട്. പിന്നെ നിങ്ങൾക്ക് മൂകാംബികയിൽ വരുന്ന സമയത്ത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് താമസിക്കാൻ പറ്റിയ കുറേ റൂംസ് ഇവിടെയുണ്ട്. അതായത് ഗവൺമെൻറ്റിൻ്റെ തന്നെ കുറേ റൂംസ് ഇവിടെയുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് താമസിക്കാൻ പറ്റും. AC റൂംസും നോൺ AC റൂംസും ഒക്കെ ഇവിടെ കിട്ടും. അപ്പോൾ അതങ്ങനെ ബുക്ക് ചെയ്യണം, അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഞാനിത് അവിടെ താമസിക്കുന്ന റൂമാണിത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ നമുക്ക് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് റൂംസ് അവൈലബിൾ ആണ്. ഇതൊരു AC റൂമാണ്. നിങ്ങൾക്ക് ഈ ഒരു സ്പേസ് തന്നെ നോക്ക്, എത്ര സ്പേസ് ഉണ്ടെന്ന്. നല്ല വിശാലമായ ഡബിൾ കോട്ട് ബെഡും നല്ല രീതിയിൽ നമുക്ക് ഒരു റൂം ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു റൂം 800 രൂപയ്ക്കാണ് എനിക്ക് കിട്ടിയത്. AC റൂമാണ്. നോൺ AC ആണെങ്കിൽ 400 രൂപയെ വരുന്നുള്ളൂ. ഇത് ഗവൺമെൻറ്റിൻ്റെ തന്നെ കീഴിൽ വരുന്നതാണ്. അപ്പം നമുക്ക് പലർക്കും ഇത് അറിയില്ല. ഇവിടെ നമ്മൾ വന്നിട്ട് നോൺ AC റൂംസ് തന്നെ നമ്മൾ 1000 രൂപയൊക്കെ കൊടുത്ത് ബുക്ക് ചെയ്യും. കണ്ടോ, നമുക്കിവിടെ ചൂടുവെള്ളത്തിൻ്റെ സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽസ് കൂടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തരുന്നുണ്ട്. നമുക്ക് ആദ്യം തന്നെ പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കണം. എന്നിട്ട് നമുക്ക് കുടജാദ്രി മുകളിലോട്ട് പോകണം. ആ കാഴ്ചകളൊക്കെ നമുക്ക് പോയിട്ട് കാണാം. അങ്ങനെ അത് അവിടുന്ന് പുറത്തിറങ്ങി. ഇനിയിപ്പോൾ ഇവിടുന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാൻ ഏതെങ്കിലും ഒരു സ്ഥലം നോക്കണം. എന്നിട്ട് വേണം നമുക്ക് കുടജാദ്രിയിലോട്ട് പോകാനായിട്ട്. ഇപ്പോൾ ഇതാ സമയം 11 മണിയായിട്ടുണ്ട്. അവിടെയൊക്കെ നല്ല കോടയുണ്ട്. അപ്പം അധികം വെയിലൊന്നുമില്ല. കുറച്ച് മൂടിയൊരു കാലാവസ്ഥയാണ് മൊത്തത്തിലുള്ളത്. ഇന്ന് വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ നിൽക്കുന്ന റൂമിൻ്റെ അടുത്ത് തന്നെയായിട്ടൊരു ഹോട്ടൽ കാണുന്നുണ്ട്. എന്നാൽ പിന്നെ ഇവിടുന്ന് കഴിക്കാം. നല്ല വിശപ്പുണ്ട്. ഇപ്പം എന്താ ഉള്ളത് നോക്കട്ടെ. അപ്പോൾ ഇതാ ഞാനേ മസാല ദോശ തന്നെയാണ് ഓർഡർ ചെയ്തത്. നമ്മുടെ നാട്ടിലേക്കാളും ഇഷ്ടമാണ് എനിക്ക് ഇവിടുത്തെ മസാല ദോശ. ഇവിടുത്തെ മസാലയൊക്കെ ഡിഫറെൻ്റ് ആണ്. കണ്ടോ, നമ്മുടെ ഒരു ഉടുപ്പി സ്റ്റൈല് മസാല ദോശയാണിത്. ഭയങ്കര ഇഷ്ടമാട്ടോ എനിക്ക്. എട്ട കണ്ടാലും ഇത് ഞാൻ കഴിക്കാണ്ടിരിക്കില്ല, അത്ര ടേസ്റ്റുള്ള സാധനമാണ്. അങ്ങനെ ഇതാ അവിടുന്ന് ഭക്ഷണം കഴിച്ച് തിരിച്ച് റൂമിലോട്ടെത്തി. നിങ്ങളീ കാണുന്നതൊക്കെ ഇവിടെയുള്ള റൂമുകൾ തന്നെയാണ്. ആ കാണുന്ന ബിൽഡിംഗ് മുഴുവൻ നമ്മുടെ ലളിതാംബികയുടെ ഭാഗമായിട്ടുള്ള റൂമുകളാണ്. അപ്പം അതിൻ്റെ പുറകിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല കുറേ മലകളും അവിടെയൊക്കെ കോടയായിട്ട് എന്ത് ഭംഗിയാണല്ലേ. ഇവിടെ എൻ്റെ റൂമിലെ ഈ ഒരു ബാൽക്കണിയിലോട്ട് വന്ന് നിന്നാൽ കാണുന്ന കാഴ്ചകളാണ് കേട്ടോ ഇതൊക്കെ. കുറേ തുമ്പികൾ പറന്ന് നടക്കുന്നുണ്ട്, അതും കാണാൻ പറ്റും. നമുക്ക് ഇവിടെയൊക്കെ കുരങ്ങന്മാർ വരുന്നതാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് ഇങ്ങനെ ഡോറൊന്നും തുറന്നിടാൻ പാടില്ല. പക്ഷെ നമ്മളിങ്ങനെ പുറത്തോട്ട് നമ്മൾ ഇവിടെ റൂമിലുള്ള സമയത്ത് ഇങ്ങോട്ടൊക്കെ വന്നു നിന്ന് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള കുറേ സീനറി പോലത്തെ കാഴ്ചകൾ കാണാൻ പറ്റും. ചില ഭാഗങ്ങളിൽ കണ്ടോ കോട ഇങ്ങനെ കുറച്ചായിട്ടൊക്കെ നിൽക്കുന്നതൊക്കെ എന്ത് രസമാണല്ലേ. അതിൻ്റെ കൂടെ മഴ പെയ്യും, മഴ പെട്ടെന്ന് പോവും. ഇവിടുത്തെ അങ്ങനത്തെ ഒരു ക്ലൈമറ്റാണ്. അങ്ങനെ കുറേ നേരമായിട്ടില്ല, ചിലപ്പം മഴ പെയ്യും. നേരത്തെ കുറച്ച് മുന്നേ മഴ പെയ്തിരുന്നു, പിന്നെ പെട്ടെന്ന് തന്നെ വെയിലാവും, വീണ്ടും മഴ പെയ്യും. അതുകൊണ്ട് അവിടെയൊക്കെ ഇങ്ങനെ കോട നിറഞ്ഞു നിൽക്കുന്നൊരു നല്ല ഭംഗിയുള്ള കാഴ്ചകൾ നമുക്ക് കിട്ടും. ഞാനവിടെ റൂമിൽ നിന്ന് ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഫസ്റ്റ് തന്നെ കണ്ടൊരു കാഴ്ചയാണിത്. നമുക്ക് ഇവിടെയുള്ള റൂംസിന്റെ ഡീറ്റെയിൽസ് നോക്കിയാലോ. ഞാൻ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞുതരാമെന്ന് പറഞ്ഞിരുന്നു. ലളിതാംബിക, ജഗദാംബിക, ഇങ്ങനെ 2 പേരുകളിലാണ് ഇവിടെ നമുക്ക് കർണാടക ഗവൺമെന്റ് കീഴിലുള്ള റൂംസ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് നമുക്ക് 2 വഴി ബുക്ക് ചെയ്യാം. ഒന്ന്, നിങ്ങൾക്ക് ലളിതാംബിക റൂംസ്നോ അല്ലെങ്കിൽ ജഗദാംബിക റൂംസ്നോ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സൈറ്റ് കിട്ടും, അതുവഴി ബുക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ കർണാടക ടെമ്പിൾസ് അക്കോമഡേഷൻ എന്ന് പറഞ്ഞൊരു ആപ്പ് നമ്മുടെ ആപ്പ് സ്റ്റോറിലും കിടക്കുന്നുണ്ട്, പ്ലേ സ്റ്റോറിലും കിടക്കുന്നുണ്ട്. അത് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് അതിലൊന്ന് സൈനപ്പ് ചെയ്യാം. നമ്മൾ സൈറ്റ് വഴി ചെയ്യുമ്പോൾ അതൊന്ന് സൈനപ്പ് ചെയ്യണം. നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ കൂടി സൈനപ്പ് ചെയ്തിട്ട് നമുക്ക് ബുക്ക് ചെയ്യാം. ഈ ഒരു ആപ്പ് വഴി നമുക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ സൈറ്റ് വഴിയും ബുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ റേറ്റ് വരുന്നത് നോൺ AC റൂം ആണെങ്കിൽ 400 രൂപയും AC റൂം ആണെങ്കിൽ 800 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ വന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ ഈ 2 സ്ഥലത്ത് നമുക്ക് റൂംസ് കിട്ടണമെന്നില്ല. അതുകൊണ്ട് നേരത്തെ തന്നെ ബുക്ക് ചെയ്ത് വരുന്നതായിരിക്കും നല്ലത്. റൂംസ് ഉണ്ടെങ്കിലും ചിലപ്പോൾ അവർ നമുക്കൊന്നും തരൂല. അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്ത് വരുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു 500 രൂപ കോഷൻ ഡെപ്പോസിറ്റ് ആയിട്ട് കൊടുക്കണം. അത് നമ്മൾ പോകുന്ന സമയത്ത് അവർ നമുക്ക് റിട്ടേൺ ആയിട്ട് കിട്ടും. അത് നമ്മൾ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യാം. അത് നമുക്ക് ഇൻസ്ട്രക്ഷൻസ് വായിച്ചു നോക്കിയാൽ അതിൽ പറയുന്നുണ്ട്. ഇത്രയും അത് നമ്മൾ ക്യാഷ് ആയിട്ട് തന്നെ കൊടുക്കണം കേട്ടോ. ഗൂഗിൾ പേ ചെയ്യാനൊന്നും പറ്റൂല. നമ്മൾ ബുക്ക് ചെയ്താലും ആ ഒരു 500 രൂപ നമ്മളിവിടെ കൊടുക്കണം. അത് പോകുമ്പോൾ നമുക്ക് തിരിച്ചു കിട്ടുകയും ചെയ്യും. ഇങ്ങനെയാണ് അതിന്റെ ഡീറ്റെയിൽസ് വരുന്നത്. ഇതിൽ ജഗദാംബിക വരുന്നത് മൂകാംബിക ക്ഷേത്രത്തിന്റെ തൊട്ടടുത്തായിട്ടാണ്. ലളിതാംബിക കുറച്ച് മാറിയിട്ടാണ്. അപ്പം ലളിതാംബിക ആയിരിക്കും കുറച്ചുകൂടി നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുക. ജഗദാംബിക കിട്ടുമെന്ന് വെച്ചാൽ കുറച്ച് നേരത്തെയാണ് നിങ്ങൾ ബുക്ക് ചെയ്യുന്നതെങ്കിൽ അതും കിട്ടും. ഞാനിപ്പോൾ താമസിക്കുന്നത് ലളിതാംബികയിലാണ്. ഇതൊക്കെയാണ് ആ ഒരു ആപ്പില്ലേ ഞാൻ പറഞ്ഞില്ലേ, കർണാടക ടെമ്പിൾസ് അക്കോമഡേഷൻ എന്ന ആപ്പിൽ ഈ ഒരു ക്ഷേത്രത്തിലെ മാത്രമല്ല കർണാടകയിലെ പ്രധാനപ്പെട്ട എല്ലാ ക്ഷേത്രങ്ങളും ഇതേപോലെ റൂംസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതുവഴി ബുക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് വരാം.
ഞാൻ പറഞ്ഞില്ലേ പെട്ടെന്ന് ഇവിടെ ക്ലൈമറ്റ് മാറുന്നു. നേരത്തെ മഴയൊന്നുമില്ലാത്ത നല്ലൊരു കാലാവസ്ഥയായിരുന്നു. മഴ പെയ്യുന്നു പോലും നമുക്ക് തോന്നൂല. പക്ഷെ തൊട്ടടുത്ത നിമിഷം ഞാനൊന്ന് പുറത്തോട്ട് ഇറങ്ങിയപ്പം വീണ്ടും നല്ല മഴ പെയ്തു. ഇതാണ് ഇവിടുത്തെ ഒരു ക്ലൈമറ്റ്. മഴ വരും, പെട്ടെന്ന് പോവും, പെട്ടെന്ന് പിന്നെയും വരും. ഇപ്പൊ സന്ധ്യയായി. ഇനിയിപ്പോ നമുക്ക് നേരെ ഒന്ന് അമ്പലത്തിലോട്ട് പോവാം. അമ്പലത്തിൽ പോയിട്ട് അവിടെ ഒന്ന് കയറി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാം. സമയത്ത് 6:30 കഴിഞ്ഞു. ഇനിയിപ്പം ഒന്ന് ഫ്രഷപ്പ് ഒക്കെ ആയതാണ്. അവിടെ പോയിട്ട് ഈ സമയത്ത് അവിടെ ഇപ്പം ചടങ്ങുകളൊക്കെ ഉണ്ടാവും. ഇനിയിപ്പോൾ 7:30 ചടങ്ങുകളുണ്ട്. നമുക്ക് പറ്റുവാണെങ്കിൽ അതൊക്കെ ഒന്ന് കാണാം. ഈ സന്ധ്യാസമയത്ത് അവിടെ അമ്പലത്തിന്റെ ഭംഗിയും കാഴ്ചയൊക്കെ ഒന്ന് പോയിട്ട് കണ്ടിട്ട് വരാം. ഞാനിതാ ക്ഷേത്രത്തിലോട്ട് നടക്കുകയാണ്. ഇവിടെ കൊല്ലൂര് സൗപർണിക നദിയുടെ തീരത്തായിട്ടാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കുടജാദ്രി മലകളുടെ താഴെയായിട്ട് മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി എന്നീ 3 ഭാവങ്ങളിലാണ് ഇവിടുത്തെ ദേവീനെ നമ്മൾ ആരാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ എല്ലാ പൂജാവിധികളും ഈ 3 ഭാവത്തിലാണ് ഇവിടെ നടത്തുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ ശ്രീചക്ര പീഠത്തിൽ ഭഗവതിയുടെ കൂടെ തന്നെ ശിവലിംഗം കൂടിയുണ്ട്. അതുകൊണ്ട് ഒരു ശിവശക്തി ത്രിമൂർത്തി ഐക്യരൂപത്തിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഈ ഒരു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നടത്തിയത് ശങ്കരാചാര്യ സ്വാമിയാണെങ്കിലും നമ്മൾ ഈ കാണുന്ന ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ, അത് നിർമ്മിക്കുന്നത് AD 800 ഹാലുഗല്ലു വീരസംഗയ്യ എന്ന് പറയുന്ന ഒരു രാജാവാണ്. അകത്ത് കാണപ്പെടുന്ന ശിവലിംഗം അത് സ്വയംഭൂവായി ഉണ്ടായതാണെന്നും അതിൻ്റെ കൂടെയുള്ള സിംഹവാഹനയായിട്ടുള്ള മൂകാംബികാ ദേവിയുടെ ഒരു പഞ്ചലോക വിഗ്രഹം അത് ശങ്കരാചാര്യ സ്വാമിയാണ് പ്രതിഷ്ഠിച്ചതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇനി നമ്മൾ മൂകാംബികാ ദേവിയുടെ പേരിലോട്ട് വരുവാണെങ്കിൽ മൂകാസുരനെ വധിച്ചത് കൊണ്ടാണ് ദേവിക്ക് മൂകാംബിക എന്നുള്ളൊരു പേര് കിട്ടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ മൂകാംബികാ ദേവി എന്ന് ഈ ഒരു ദേവീനെ വിളിക്കുന്നത്. അങ്ങനെ മൂകാസുരനെ വധിച്ച ദേവിയെ ത്രിമൂർത്തികളാണ് ഇവിടെ കുടിയിരുത്തുന്നത് ആദ്യകാലത്ത്. പിന്നീട് ശങ്കരാചാര്യ സ്വാമികൾ ഇവിടെ എത്തുകയും ഇവിടെ തപസ് ചെയ്ത് ദേവീനെ പ്രത്യക്ഷപ്പെടുത്തുകയും ചെയ്തു. അദ്ദേഹം അന്ന് കണ്ട സ്വരൂപത്തിൽ നിന്നുണ്ടാക്കി പ്രതിഷ്ഠിച്ചതാണ് ഇന്ന് നമ്മൾ കാണുന്ന 4 കരങ്ങളോടുകൂടിയ ഭഗവതിയുടെ പ്രതിഷ്ഠ. അതിൻ്റെ കൂടെ സ്വയംഭൂ ആയിട്ടുണ്ടായിരുന്ന ശിവലിംഗം കൂടെ ശ്രീകോവിലിനകത്തുണ്ട്. അതുപോലെ തന്നെ ഇന്ന് ഇവിടെ ക്ഷേത്രത്തിലുള്ള എല്ലാ സമ്പ്രദായങ്ങളും ആരാധനാ രീതികളും ഒക്കെ ശങ്കരാചാര്യ സ്വാമികളാണ് ചിട്ടപ്പെടുത്തിയത്. ഇത് ഇവിടുത്തെ ദേവീനെ എഴുന്നള്ളിക്കുന്ന ഒരു രഥമാണ് കേട്ടോ. ദേവീനെ ഇതിൻ്റെ അകത്ത് ഇരുത്തിയിട്ട് വിശേഷ സമയങ്ങളിലൊക്കെ എഴുന്നള്ളിക്കും. അതുപോലെ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത, രാത്രി ഇവിടെ നടയടയ്ക്കുന്ന സമയത്തില്ലേ, മേൽശാന്തി പൂജയ്ക്ക് വേണ്ട ഒരുക്കങ്ങളൊക്കെ വെച്ചിട്ടാണ് നടയടയ്ക്കുന്നത്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ രാത്രി നടയടച്ച ശേഷം ദേവന്മാരുടെ പൂജകൾ അകത്ത് നടക്കുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ നട തുറക്കുന്ന സമയത്ത് വിഗ്രഹത്തിലെ ചില പ്രത്യേക ലക്ഷണങ്ങളൊക്കെ കാണാറുണ്ട് അത്രേ. അകത്ത് കണ്ടത് പുറത്ത് പറയരുത് എന്നുള്ളത് കൊണ്ട് അതാരും പറയാതെ രഹസ്യമാക്കി വെക്കുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. നിങ്ങളീ കാണുന്നത് രാത്രിയിൽ നട അടയ്ക്കുന്നതിൻ്റെ മുന്നേ ദേവീനെ പുറത്ത് എഴുന്നള്ളിക്കുന്നതാണ്. ഇങ്ങനെ എഴുന്നള്ളിച്ചിട്ട് പിന്നീട് ഒരു രഥത്തിലോട്ട് എഴുന്നള്ളിക്കും. അതിനുശേഷം നടയടയ്ക്കേണ്ടതാണ്. ഇങ്ങനെ എഴുന്നള്ളിച്ച ശേഷമാണ് ഇവിടെ നടയടയ്ക്കുക. നടയടച്ച ശേഷം ഇവിടെ ഭക്തർക്ക് കൊടുക്കുന്ന ഒരു പ്രസാദമാണ് ഈ കാണുന്ന കഷായം. ഇതിന്റെ പിന്നിലെ ഒരു ചരിത്രം എന്താണെന്ന് വെച്ചാൽ, രോഗബാധിതനായി കടന്ന ശങ്കരാചാര്യ സ്വാമിക്ക് വേണ്ടി ഭഗവതി കഷായമായിട്ട് പ്രത്യക്ഷപ്പെട്ടു എന്നാണ് ഐതിഹ്യം. അതിന്റെ സ്മരണയ്ക്കായിട്ടാണ് എല്ലാ ദിവസവും ഇവിടെ ഇങ്ങനെ കഷായം കൊടുക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് നേരെ ഇനി അവിടെ ജീപ്പിന്റെ സ്റ്റാൻഡ് ഉണ്ട്, അങ്ങോട്ട് പോകണം. ഇനി അവിടെ നിന്നിട്ട് ഒരു 8 പേരായാലാണ് അവർ ജീപ്പ് എടുക്കുക. അപ്പം അങ്ങനെ അവിടുന്ന് ജീപ്പ് എടുത്തിട്ട് നേരെ കുടജാദ്രി പോവാം. അവിടുത്തെ കാഴ്ചകളും കുറേ കാര്യങ്ങളൊക്കെ കാണാം. നല്ല ക്ലൈമറ്റ് ഒക്കെയാണ്. അപ്പോൾ ഈ ഒരു ക്ലൈമറ്റ് തന്നെ അങ്ങോട്ടും കിട്ടിയ അടിപൊളിയായിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടുന്ന് നേരെ ആ ജീപ്പിൻ്റെ സ്റ്റാൻഡ് അങ്ങോട്ട് പോവാം. ഇവിടെയാണ് നമ്മൾ താമസിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ലളിതാംബിക, ജഗദാംബിക, അങ്ങനെയാണ്. അതിൽ ലളിതാംബികയാണിത്. നമ്മൾ കേരളത്തിൽ നിന്ന് വരുന്ന ബസ്സൊക്കെ ആണെങ്കിൽ ലാസ്റ്റ് ഇവിടെയാണ് കൊണ്ടുപോയിട്ട് നിർത്തുക. ബസ്സിനാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ഡയറക്റ്റ് ഇവിടെ തന്നെ വന്ന് താമസിക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ പുറത്തോട്ട് പോയിട്ട് ഇതിന് തൊട്ടടുത്ത് തന്നെയായിട്ടാണ് ഇവിടെ നമ്മൾ കുടജാദ്രിയിലോട്ട് പോകുന്ന ജീപ്പിൻ്റെ സ്റ്റാൻഡ് വരുന്നത്. ആദ്യം കുറച്ച് മാറിയിട്ടായിരുന്നു. അവിടെ ഇപ്പോൾ റോഡ് പണിയായതുകൊണ്ട് ഇവിടെ തന്നെയാണ് അത് കിടക്കുന്നത്. ഇതാ ഈ ഒരു ജീപ്പിനാണ് കേട്ടോ നമ്മൾ മുകളിലോട്ട് പോകുന്നത്. ഇങ്ങനെയുള്ള ജീപ്പുകളിലാണ് നമ്മൾ കുടജാദ്രിക്ക് പോവുക. അവിടെ വേറെ 150
ജീപ്പ് കയറി ജീപ്പ് എത്തുന്ന പൊസിഷനിലാണ് ഇപ്പോൾ ഉള്ളത്. നല്ല കോടയാണ്. കോടയെന്ന് വെച്ചാൽ ഫുൾ കോടയാണ്. വരുന്ന വഴിയിലൊക്കെ അതുകൊണ്ട് നല്ല രസമായിരുന്നു. പക്ഷേ മുകളിലോട്ട് പോകുമ്പോൾ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇങ്ങനെ കോടയാണെങ്കിൽ നമുക്ക് വ്യൂ ഒന്നും കിട്ടൂല. കോടേൻ്റെ ഒരു ഭംഗി ഉണ്ടാവും. ഇത് ഇവിടുത്തെ ഈ അമ്പലമാണ്. അപ്പോൾ നമുക്ക് ആ കോടേൻ്റെ ഭംഗി നല്ലപോലെ കിട്ടും. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ വ്യൂ കുറയും. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. നോക്കാം എന്തായാലും. പക്ഷേ പോകുന്ന വഴിയിൽ കോട അടിപൊളിയാണ്. ഫുൾ കോട. ഇതാണ് മൂകാംബിക ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനം എന്ന് പറയുന്നത്. ദേവി ശങ്കരാചാര്യസ്വാമിക്ക് ദർശനം കൊടുത്ത സ്ഥലമാണിത്. മുകളിൽ നമ്മൾ പോകുമ്പോൾ കാണുന്നത് ശങ്കരാചാര്യസ്വാമി തപസ് ചെയ്ത ശങ്കരപീഠാണ്. ഇവിടെയാണ് ദേവി പ്രത്യക്ഷപ്പെട്ടത്. അതുപോലെ തന്നെ ശങ്കരാചാര്യസ്വാമികൾ സൗന്ദര്യ ലഹരി രചിച്ചത് ഇവിടെ വെച്ചിട്ടാണെന്നാണ് പറയപ്പെടുന്നത്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മുടെ മൂകാംബിക ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനം ഇവിടെയാണ്. ഇപ്പോൾ ഫസ്റ്റ് തൊഴുതില്ലേ, അതാണ് ഇവിടുത്തെ ദേവിയുടെ മൂലസ്ഥാനം എന്ന് പറയുന്നത്. ഇവിടെയാണ് നിത്യപൂജയും കാര്യങ്ങളൊക്കെ ഉള്ളത്. മുകളിലുള്ളത് സർവജ്ഞപീഠമാണ്. അവിടെയും പൂജയും കാര്യങ്ങളൊന്നുമില്ല. അതായത് ദേവി ഇവിടുന്ന് പ്രത്യക്ഷപ്പെട്ടിട്ടാണ് ശങ്കരാചാര്യ സ്വാമികളുടെ കൂടെ പോകുന്നത്. അങ്ങനെ ഒരു സ്ഥലത്തെത്തിയ സമയത്ത് ദേവിയുടെ ശബ്ദമൊന്നും കേൾക്കാണ്ടായപ്പോൾ തിരിഞ്ഞു നോക്കി. അങ്ങനെയാണ് ആ ഒരു സ്ഥാനമാണ് മൂകാംബികയിൽ വരുന്നത്. അപ്പോൾ ഇവിടെയാണ് പ്രധാനപ്പെട്ട പൂജയും കാര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെ ശങ്കരാചാര്യ സ്വാമി സൗന്ദര്യ ലഹരി രചിച്ചതൊക്കെ അവിടെ വെച്ചിട്ടാണ്. അതാണ് മൂലസ്ഥാനം. അവിടെയാണ് നമ്മൾ ഫസ്റ്റ് പ്രാർത്ഥിച്ചത്. നമുക്ക് എന്തെങ്കിലും വഴിപാടും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് അവിടെയാണ്. ഇനി അങ്ങോട്ട് മുകളിൽ നിത്യപൂജയും കാര്യങ്ങളൊന്നുമില്ല, പീഠമാണുള്ളത്. അപ്പം ഇനി നമുക്ക് ഇവിടുന്ന് കുറച്ച് കയറി നടന്ന് അങ്ങോട്ടേക്ക് പോകാനുണ്ട്. നല്ല കോടയാണ്. അപ്പം വ്യൂ എത്രത്തോളം ഉണ്ടാവും നമുക്ക് പോകുമ്പോഴേ മനസ്സിലാവുള്ളൂ. നല്ല കോടയാണ്. കോടയും കാറ്റും. എന്ത് ഭംഗിയല്ലേ. നമ്മൾ വന്ന വഴിയൊക്കെ കണ്ടോ? നല്ല സ്ട്രോങ് കോടയാട്ടോ. ഈ ചുറ്റുമുള്ളൊരു വ്യൂ തന്നെ നമുക്കൊന്നും കാണുന്നില്ല. അങ്ങനെ കോടയാ. ഒന്നും വ്യൂ ഇല്ല, ഫുൾ കോടയായി. ഇനി പോകേണ്ട വഴി തന്നെ കാണാൻ പറ്റുമെന്നാണ് സംശയം. എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ കോടയാ. എനിക്ക് തോന്നുന്നു ഞാനിതുവരെ ട്രക്ക് ചെയ്ത സമയത്ത് ഏറ്റവും കോട കിട്ടിയത് ഇവിടെ ആയിരിക്കും. അങ്ങനെ കോടയുണ്ട്. നമ്മളവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് നല്ല കോടയാണ്.
ഒന്നും എന്ത് ശക്തിയിലാന്നറിയോ കാറ്റടിക്കുന്നേ. ആ കോട ഇങ്ങനെ അടിച്ചു കയറുക, തണുത്തിട്ട് ഒരു രക്ഷയില്ല. ഓ അയ്യൊരു ഫുൾ സ്ട്രോങ്ങിൽ ആ കോട ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല മുകളിൽ പോയാലും എന്തെങ്കിലും വ്യൂ നമുക്ക് കറക്റ്റ് കിട്ടുന്നു. പറയുന്നതന്നെ കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല. അതിലൂടെ ആള് വരുമ്പോൾ കണ്ടോ അവിടെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും എത്ര സ്ട്രോങ്ങിലാണ്. ഓ എൻ്റെ പൊന്നെ, ഇപ്പൊ ഫോക്കസ് പോവും. വൺ ഓഫ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് ആട്ടോ. ബെസ്റ്റ് എക്സ്പീരിയൻസ്. ഇങ്ങനെ കോട അടിച്ച് കയറുമ്പോഴൊരു അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ പോകുമ്പോൾ കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ, വേറെ ലെവലാണ്. വേറെ ഒന്നും പറയാനില്ല. എനിക്ക് കിട്ടിയ വൺ ഓഫ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ്. അമ്മാതിരി കോടയും അമ്മാതിരി ഒരു സെറ്റപ്പും. ോട്ട് പോകും തോറും കോട കൂടുക ചെയ്യുന്നത്. കോടയൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷേ ഉള്ള പ്രശ്നം ഇങ്ങനെ കോടയായാൽ നമുക്ക് വ്യൂ കിട്ടുമെന്നുള്ളതാണ് ഒരു ഡൗട്ട്. ഞാൻ വന്ന വഴി നോക്ക്, ഈ നിൽക്കുന്ന സ്ഥലത്ത് എന്തെങ്കിലും വ്യൂ ഉള്ളൂ. ബാക്കോട്ടും വ്യൂ ഇല്ല, മുന്നോട്ടും വ്യൂ ഇല്ല. അടിപൊളി. അയ്യോ അടിപൊളി. ഞാൻ കോടേൻ്റെ ഒരു എക്സ്ട്രീം വീണ്ടും കാണിച്ചു തരാം. ഇപ്പോൾ പോകുന്ന വഴിയില്ലേ, വീണ്ടും നല്ല കോടയാണ്. കോട എന്നൊക്കെ പറഞ്ഞാൽ അയ്യോ, ആ പോകുന്നവരെ കാണുന്നുണ്ടോ? ഞാൻ കണ്ടു വെച്ചിട്ടാണ്. അയ്യോ, മഴ പെയ്യുന്ന പോലെ കേട്ടോ കോട. വ്യൂ കുറയും കേട്ടോ, വ്യൂവിൻ്റെ ഒരു ക്ലാരിറ്റി ഒക്കെ കുറയും. എനിക്കൊന്നും കാണുന്നില്ല. നമ്മളങ്ങനെ ഇതിൻ്റെ ടോപ്പിലോട്ടാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഓൾമോസ്റ്റ് നമ്മൾ ടോപ്പിൽ എത്തി. കാണിച്ചു തരാം. സർവജ്ഞപീഠം കണ്ടോ, കോടകളുടെ ഇതാ ഇവിടെ മുകളിലോട്ടെത്തി നടന്ന് എൻ്റെ പുറകിൽ കാണുന്നതാണ് ഇവിടെയുള്ള സർവജ്ഞപീഠം. അവിടെ ഒരു പ്രതിഷ്ഠയുണ്ട്, പക്ഷേ നിത്യപൂജയും കാര്യങ്ങളൊന്നും അവിടെ നടക്കുന്നില്ല. അതൊക്കെ നമ്മൾ താഴെ നേരത്തെ കണ്ട മൂലസ്ഥാനത്തിലാണ് നടക്കുന്നത്.
ശരിക്കും നമുക്ക് ഇവിടെ ഒരു ഗുഹ കൂടെ പോകാനുണ്ട്, പക്ഷെ ഇപ്പം അങ്ങോട്ട് പെർമിഷൻ ഇല്ല. ഇതുവഴിയാണ് ശരിക്കും പോകേണ്ടത്. അപ്പം നമുക്ക് അങ്ങോട്ട് പെർമിഷൻ അവർ അലോ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇവിടെ അടച്ചിട്ടേക്കുക. നമ്മൾ കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്തു, പ്രാർത്ഥിച്ചു. ഇനി നമുക്ക് മെല്ലെ ഇറങ്ങാം. ടൈം ഏകദേശമായി. അങ്ങോട്ടും കൂടെ പോകാൻ പറ്റുമായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. ഇവിടെ ഒരു ഗുഹയൊക്കെ ഉണ്ട്. ഈ ചുമരിലൊക്കെ കൊത്തുപണികൾ കാണാം. എല്ലാ സൈഡിലും ഉണ്ട് കേട്ടോ. ഇതാ പുറകിലൊക്കെ ഉണ്ട്. കാണിച്ചു കണ്ടോ, ഓരോ കല്ലിലും വ്യത്യസ്തമായ രീതിയിൽ കൊത്തുപണികളുണ്ട്. ചിലത് നല്ലപോലെ നമുക്ക് വിസിബിൾ ആണ്, ചിലത് അത്ര വിസിബിൾ അല്ല. നമ്മൾ വന്ന സമയത്ത് അധികം തിരക്കിലായിരുന്നു, ആൾക്കാരൊക്കെ കൂടി. നമുക്കിനി വേഗം താഴോട്ട് പോകാം. കാരണം 1.5 മണിക്കൂറാണ് നമ്മുടെ ഡ്രൈവർ നമ്മളോട് പറഞ്ഞത്. ഓൾറെഡി ഇപ്പോൾ 2 മണിക്കൂറായി നമ്മളിവിടെ നിൽക്കുന്നത്. അപ്പോൾ കുറേ നേരം അവിടെ പ്രാർത്ഥിച്ചു. നമ്മൾ കണ്ടു കോട ഇങ്ങനെ കൂടി വരിക. കുറേ നേരം കുറച്ച് നേരം നല്ല കോടയാണ്. നമുക്ക് നല്ല താഴോട്ട് ഇറങ്ങാം. നമ്മളടുത്ത് 11:15 പറഞ്ഞത്, ഇപ്പം തന്നെ 11:30 കഴിഞ്ഞു. ഇനി ഇവിടുന്ന് ഇറങ്ങുകയും വേണ്ടേ. ഇവിടുന്ന് ഈ ഒരു സർവജ്ഞ പീഠത്തിനോടൊക്കെ യാത്ര പറഞ്ഞ്, പിന്നെ ഇവിടെയും അതായത് കുടജാദ്രിയിലും മൂകാംബികയിലൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ എത്ര പ്ലാൻ ചെയ്താലും വിചാരിച്ചാലൊന്നും ഇവിടെ എത്താൻ കഴിയില്ല. ഇപ്പം നമ്മളിവിടെ എത്തണം, അതിനൊരു സമയമുണ്ട് എന്ന് പറയും. ആ ഒരു സമയത്തായിരിക്കും ഞാൻ മൂകാംബികയിൽ വന്നത്, ദേവീനെ കണ്ടതും ഇവിടെ വന്നതും ഒക്കെ ആ ഒരു സമയത്തിനായിരിക്കും. അപ്പം ഇനിയും അങ്ങനെ ഒരു സമയം എപ്പോഴാണോ ഉണ്ടാകുന്നത് ആ സമയത്ത് നമുക്കിത് അങ്ങോട്ട് വരാം. ഇനിയിപ്പോൾ താഴോട്ട് പോകുന്ന കാഴ്ചകളൊന്നും കാണാനില്ലല്ലോ. നമുക്ക് ഇതിന് നേരെ താഴെ എത്തിയിട്ട് മൂകാംബികയിൽ എത്തിയിട്ട് ബാക്കി അവിടെ നിന്ന് പറയാം. വന്ന വഴി തന്നെയാണല്ലോ. അപ്പം നമുക്കിനി മെല്ലെ ഇറങ്ങാം. ഇനിയിപ്പോൾ ഇതാ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇവിടുന്ന് അവിടെയായിട്ടാണ് അമ്പലമൊക്കെ വരുന്നത്. ഇനിയിപ്പം തിരിച്ചു പോകാൻ വേണ്ടിയിട്ടേ നേരെ ഇവിടെ ബസ് സ്റ്റാൻഡ് ഉണ്ട്. ഒരു 500 മീറ്റർ പോകാനേ ഉള്ളൂ. അപ്പോൾ അവിടെ ബസ് സ്റ്റാൻഡിൽ പോയിട്ട് നമുക്ക് അവിടെ നിന്ന് 2:15 തിരിച്ചു പോകാനുള്ള ബസ്. ഇതാണ് ഇവിടെ മൂകാംബികയുടെ ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത്. നമ്മൾ ട്രെയിനൊക്കെ വരുന്ന സമയത്ത് അവിടെ മൂകാംബിക റോഡിൽ നിന്ന് ഇങ്ങോട്ട് ബസ്സിന് വന്നിട്ട് ഇവിടുന്ന് നമുക്ക് നടന്ന് അങ്ങോട്ട് പോകാൻ പറ്റും. ഞാൻ ഇന്ന് പോകുന്നത് KSRTCയുടെ പുതിയ ബസ്സില്ലേ, ആ ബസ്സിലാണ്. ഇത് അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് എന്തായാലും ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കുറേ നല്ല അനുഭവങ്ങളും കാഴ്ചകളും ഒക്കെ ആയിരുന്നു. ഇത്രയും കുടജാദ്രിയിൽ വരുമ്പോൾ കിട്ടുന്ന ആദ്യമായിട്ടാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. നമ്മുടെ പുതിയ ബസ് കണ്ടില്ലേ, അടിപൊളിയല്ലേ? നമുക്കും കിട്ടിയില്ല ഇങ്ങനത്തെ അടിപൊളി ബസ്സുകളൊക്കെ. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പറയുക. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ബൈ ബൈ.